നല്ല രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് നല്ല കർട്ടൻസ് ഇടുമ്പോഴാണ് വീടിന്റെ ഒരു ബ്യൂട്ടി വരാം. അതിന്റെ ഡിസൈൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ ലിവിംഗ് റൂമിലെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഇത് കൊള്ളാം. ലൈറ്റിംഗ് കൂടുതൽ ലൈറ്റിംഗ് വേണം. ലൈറ്റിംഗ് കൂടുതലുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും. അതെ അതെ. ഇതും ഫ്രണ്ടും ബാക്കും ഒന്നും ഇല്ല, രണ്ടും ഒരേപോലെ ഫീൽ ചെയ്യും. ഇതിപ്പോ ഏത് തരം ലിവിംഗ് റൂമിലും പറ്റിയതാണ്. ഏത് കളർ കോമ്പിനേഷനോടും ചേർന്ന് പോകുന്ന വൈറ്റോ ക്രീമിഷോ ഗ്രീനോ കളേഴ്സ് ഉള്ള റൂമിൽ ആണെങ്കിൽ നമുക്ക് മാച്ചിങ് ആണ്. വിൻഡോ കർട്ടൻസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ വിൻഡോ കർട്ടൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വിൻഡോ കർട്ടൻസിന്റെ ഫാബ്രിക്കുകൾ എത്ര കണ്ടാലും നമുക്ക് കൂടുതൽ വെറൈറ്റീസും മോഡൽസും കാണാനാണ് നമുക്ക് ആഗ്രഹം. ഇത്തരം വ്യത്യസ്തമായ മോഡൽസും വെറൈറ്റീസ് ഉള്ള കൊച്ചിയിലെ ഒബ്ര മാളിലുള്ള ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫാബ്രിച്ച് കൊച്ചി പാലാരിവട്ടം ഒബ്ര മാളിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ സ്ഥാപനം. ഫാബ്രിച്ച് എന്ന് പറയുന്നത് നമ്മുടെ കർട്ടൻസ് ബന്ധപ്പെട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇന്റീരിയർ ആയിട്ട് റിലേറ്റഡ് കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. നമ്മള് എല്ലാം ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് കർട്ടൻ, ബ്ലൈൻഡ്സ്, വാൾപേപ്പർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ലാസ്റ്റ് ഏരിയയിൽ വരുന്ന എല്ലാ ഇന്റീരിയൽസും ആണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കർട്ടൻ, ബ്ലൈൻഡ്സ്, വാൾപേപ്പർ നമ്മുടെ ഏറ്റവും മെയിൻ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് മുതൽ ഏറ്റവും ഹൈ പ്രീമിയം കസ്റ്റമേഴ്സിനുള്ള എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ 10,000, 6,000, 7,000 വരെയുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? കർട്ടൻസ് ഇത് ഷിയറിലെ കാറ്റഗറിയിൽ വരുന്നത്. അതെ അതെ. ഓക്കെ. ഇത് കോട്ടൺ ആണ് അതിലിങ്ങനെ? കോട്ടൺ തന്നെ. അതിലൊരു സെമിയാണ്, അത് സെമി കോട്ടൺ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഷിയർ മാത്രം ഇട്ടാൽ ഇപ്പൊ കൂടുതൽ വെളിച്ചം കിട്ടണമെങ്കിൽ ഇതൊരു സെമി ഷിയർ. ഈ ഡിസൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷിയർ മാത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒറ്റ കർട്ടൻ. ഇപ്പൊ ഹൈ ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറ്റവും പൊക്കത്തുനിന്ന് താഴ്ത്തി കിട്ടുന്ന ഷിയർ മാത്രം, ഷിയർ ഓൺലി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ചിലവര് ലിവിംഗിൽ ഷിയർ ഓൺലി മാത്രം ഇടും, ലിവിംഗ് റൂമിൽ നമുക്ക് പ്രൈവസി ആവശ്യമില്ല. അപ്പൊ എന്ത് കേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചവും കിടക്കും, ഭംഗിയിലേക്ക് നല്ല ഭംഗിയും ഉണ്ടാവും. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട് ഈ മെറ്റീരിയൽസിന് ഷിയറിന്റെ? ഇതൊക്കെ ഒരു പെർ മീറ്റർ ഒരു 1000, 1500 പെർ മീറ്ററിന് 1000 രൂപ അല്ലേ? അത് എംബ്രോയിഡറി വർക്ക് ഇതിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉണ്ടാവും. എല്ലാ മെറ്റീരിയലിനും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ഓരോ ഇതനുസരിച്ചിട്ട് മാറി ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട്. ഇത് മെയിൻ കട്ടനായിട്ട് ഉപയോഗിക്കാം. മെയിൻ കട്ടനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ലൈറ്റ് കട്ട് ചെയ്യാനുള്ള ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. ഇതിനെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇത് ഒരു 1000 താഴെ തന്നെ വരുന്നുണ്ട്. ഒരു 800 രൂപ, 900 ആ റേഞ്ച് തന്നെ വരുന്നുണ്ട്. ഇതിന് നല്ല കോമ്പിനേഷൻ ആണ് ഇത് തമ്മിലുള്ള, നല്ല കോമ്പിനേഷനിൽ കിടക്കുന്നത്. ഇത് കൊള്ളാല, നല്ലൊരു എന്താ ഇത് നേരത്തെ കാണിച്ച അതേപോലെ ട്രോപ്പിക്കൽ സ്റ്റൈൽ എന്ന് പറയാൻ കൊള്ളാം. ഇതൊരു നല്ലൊരു ബ്ലൂ ഗ്രേ കളറാണ്. ട്രോപ്പിക്കൽ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഷിയർ ഓൺലി ആയിട്ട് ഉപയോഗിക്കാം. ലിവിംഗിലൊക്കെ ഏറ്റവും കൂടുതൽ ലിവിംഗിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കട്ടനായിട്ട് ഉപയോഗിക്കാം. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കോമ്പിനേഷൻ. ഇതൊരു ഏകദേശം ഒരു വെൽവെറ്റ് ടൈപ്പ് ആണിത്. നല്ലതാണ്. അതിപ്പോ അത് കവറിങ് വേണമെങ്കിൽ ചെയ്യാം. ഫുൾ ഹൈറ്റ്, അതായത് 3 മീറ്റർ, വീടിന്റെ ഹൈറ്റിന് 3 മീറ്റർ എടുക്കാം. അതെ അതെ. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതൊക്കെ ഒരു 2000 റേഞ്ച് ഒക്കെ. റേറ്റ് കൂടിയ ഒരു മെറ്റീരിയൽ ആണ്. എംബ്രോയിഡറി വർക്ക് കൂടുന്ന കാരണം അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഒരു ബ്രാൻഡിങ് ആണ് അത്. നിങ്ങള് പല ബ്രാൻഡും നിങ്ങള് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ. നമുക്ക് അഡോർ ഉണ്ട്, ഡി ഡെക്കോർ ഉണ്ട്, ഏഷ്യൻ പെയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ VNJ, മഹേന്ദ്ര, അങ്ങനെ ഒരുവിധം എല്ലാ കമ്പനികളിലും റേറ്റ് വ്യത്യാസം വരും. ഇത് കൊള്ളാലോ. ഇത് നല്ലൊരു ഷൈനിങ് ഉള്ള ഒരു എംബ്രോയിഡറി വർക്കുള്ള ഒരു മെറ്റീരിയൽ. എന്താ മെറ്റീരിയൽ? ഇതൊരു ഓർഗൻസ്, ഭയങ്കര ഒരു പ്രീമിയം ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഓർഗൻസയിലുള്ള എംബ്രോയിഡറി വർക്കാണ്. നല്ല ക്ലാസ് ലുക്കാണ്, റോയൽ ലുക്ക് ഉണ്ട് സംഭവം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഷിയർ മാത്രം ഇട്ടാലും നല്ല ലിവിംഗിലൂടെ, അതുപോലെ ഡൈനിങ് ഏരിയയിലൊക്കെ നമുക്ക് TV ഏരിയയിലൊക്കെ നന്നായിട്ട് ലിവിംഗ് ഡൈനിങ്ങിലൊക്കെ ഇടാൻ പറ്റും. നല്ലൊരു ഭയങ്കര ലുക്കാണ്. നല്ല കളർ ടോൺ ആണ്. ഒരു ഗ്രേ ബ്ലൂയിഷ് ടോൺ വന്നേക്കുന്നത്.
ഫുൾ കട്ടൺ ഇടുമ്പോൾ അതിന്റെ ഒരു ബ്യൂട്ടി കിട്ടും. ഇത് സിംഗിൾ ആയിട്ട് ഇടണം, എന്നാലാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതൊരു 2000 ആ റേഞ്ചിൽ. പ്രീമിയം കാറ്റഗറിയിലാണ്. വർക്ക് കൂടുതലാണ്, എംബ്രോയിഡറി വർക്ക്സ്. അതെ അതെ, സംഭവം നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഷിയർ, സെമി ഷിയർ എന്ന് പറയാം അല്ലെ. ഷിയർ മാത്രമായിട്ട് ഉപയോഗിക്കാണ്ട് ഫുൾ കട്ടറായിട്ട് ഉപയോഗിക്കാം. നല്ല കളർ കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് കളർ ടോൺസ് ആണ്, മൈൽഡ് ആയിട്ടുള്ള ഡിസൈൻസും ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് ആണ് ഇപ്പൊ കാണുന്നത്, ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇത് അതേ കാറ്റഗറിയിൽ പെട്ടത് തന്നെ. ഷിയറും മെയിനും ആയിട്ട് രണ്ട് തരത്തിൽ, ഷിയറും ആയിട്ട് ഉപയോഗിക്കാം, മെയിൻ കട്ടറായിട്ട് ഉപയോഗിക്കാം ലിവിംഗ് റൂമിലൊക്കെ ആണെങ്കിൽ അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട് അതിന്? ഇതൊരു 1500 പെർ മീറ്ററിന്. ഇതും ആ ഷിയറിന്റെ പാറ്റേൺ വരുന്നത്. അത് പ്രീമിയത്തേക്കാൾ കുറച്ചും കൂടി കോസ്റ്റ് കുറവാണ്, എന്നാലും ഏകദേശം ആ റേഞ്ചിൽ വരുന്ന ടൈപ്പ് തന്നെ. കുറച്ചും കൂടി കളർ ഫുൾ പാറ്റേൺ ആയിട്ട് വരുന്നത്. എംബ്രോയിഡറി വർക്ക് തന്നെ അതേ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അത്. ഇതൊക്കെ ഇത് കൊള്ളാം, നല്ലൊരു ഡിസൈൻ കളേഴ്സ് ആണ്. അതെ അതെ, ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീനും ഒരു ക്രീം കളറിലെ എംബ്രോയിഡറി വർക്ക്. അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഇത് അതില്ല, അതുപോലെ തന്നെ വേറെ കളർ അല്ലേ. അതെ, വൈറ്റില്, വൈറ്റ് ഗ്രീന് പകരം വൈറ്റും ക്രീം കളറും കൊണ്ട് ചേർന്ന് ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ വരുന്നു. അതെ അതെ, കളർ ചേഞ്ചിന്റെ ഒരു വ്യത്യാസങ്ങൾ മാത്രം. നല്ല. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊക്കെ ഒരു ഏകദേശം നമുക്കൊരു 700-800 ആ റേഞ്ചിൽ വരുന്ന ടൈപ്പ്. എംബ്രോയിഡറി വർക്ക് വരുമ്പോഴെത്ര റേറ്റ്? അതെ അതെ, അതുപോലെ കമ്പനി മാറുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് എംബ്രോയിഡറി വർക്ക് തന്നെ പല കമ്പനികളായിട്ട് കമ്പനി ഉള്ള കാരണം നമുക്ക് പല റേഞ്ചിലുള്ളത് കിട്ടും. ഇത് കൊള്ളാലോ, എല്ലാം ഒരു ക്രീമിഷ് ലുക്ക് ആയിട്ടുള്ള. അതെ അതെ, ഇതിപ്പോ ഇങ്ങനത്തെ ടൈപ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതൊരു ട്രെൻഡ് ആയിട്ട് പോകുന്നതാണ്. അതെ അതെ, നല്ല രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് നല്ല കർട്ടൻസ് ഇടുമ്പോഴാണ് വീടിന്റെ ഒരു ബ്യൂട്ടി വരാം. കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു പ്രീമിയം ഐറ്റം ആണ്. ഇതൊക്കെ എംബ്രോയിഡറി വർക്കാണ്. ഇതാണ് അതിന്റെ ഒരു ഫ്രണ്ട് സൈഡ്. നല്ല എംബ്രോയിഡറി വർക്കുള്ള. ഇത് മെറ്റീരിയൽ ഏതാന്ന് പറഞ്ഞാൽ ഓർഗൻസ. ഒരു സിൽക്കി ടൈപ്പ് ആണ് അത്. ഇതൊക്കെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെട്ട മെറ്റീരിയൽസ് ആണ്. ഇത് അതിന്റെ തന്നെ വേറൊരു കോമ്പിനേഷൻ ആണ്. അതേപോലെ തന്നെ ഇത് ഫുൾ നിറഞ്ഞു നിൽക്കാണ്. ഇത് ഓർഗൻസ മെറ്റീരിയൽ അതന്നെ എംബ്രോയിഡറി. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊക്കെ ഒരു 1500-1700 ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. 1700 ഡിസ്കൗണ്ട് വേറെ വരും. ഇതിനും ഏകദേശം ആ റേഞ്ച് തന്നെയാണ് റേഞ്ച് വരുന്നത്. 1700 ആ റേഞ്ച്. അതെ അതെ, ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഇതൊരു 2000 വരുന്നു. അതിന്റെ വർക്ക് എംബ്രോയിഡറി വർക്ക് ഇതൊരു ഹെവി വർക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അതെ, ഇത് കൊള്ളാലോ. ഇതും നല്ല ടൈപ്പ് തന്നെയാണ്. ഇത് പക്ഷേ ലിവിംഗ് റൂമിലൊക്കെ നല്ല റിച്ച് ലുക്ക് തോന്നും, ഫീല്. പക്ഷെ ഇത് അതിനേക്കാളും 1000 താഴെയാണ് വരുന്നത്. 846 മാത്രം വരുന്നുള്ളൂ, പ്ലസ് ഡിസ്കൗണ്ടും കാര്യങ്ങളും വരും. അതെ, ഇത് കാണുമ്പോ ഭയങ്കര റിച്ച് ഫീലിംഗ് തോന്നുന്നു. കൊള്ളാം. ഇത് ഓർഗൻസൈഡ് തന്നെയാണല്ലേ? അതെ അതെ. ഇനി അത് ഇതിന് വേറൊരു പാറ്റേൺ ആണ്. ഇതിനൊരു ഡിസൈൻ തന്നെ ടോട്ടലി മാറ്റമുണ്ട്. ഇത് ഓർഗൻസിൽ തന്നെ. കൊള്ളാം, അതിന്റെ ഡിസൈൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ ഇതിന്റെ സൈഡ് ഏതാണ് വരുന്നത്? ഇതിന്റെ സൈഡ് വരുന്നത് ഇതാണ് സൈഡ്. എനിക്ക് രണ്ട് സൈഡും ഒരേപോലെ ഫീൽ ചെയ്യും. കൊള്ളാം. ഒരു പ്രത്യേക ത്രെഡ് ആണ് ഉപയോഗിച്ചേക്കണം തോന്നുന്നു. അതെ, ഒരു ഗ്രീനിഷും ഒരു ഗോൾഡൻ. ഇതിന്റെ പ്രൈസ് വരുന്നത് എനിക്ക് ഭയങ്കര 1415 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ലിവിംഗ് റൂമിൽ ഇടാൻ പറ്റിയാണ്. ഷിയർ പാറ്റേൺ ആണ്. ഇത് കൊള്ളാം. ഇതൊരു സെമി ഷിയർ എന്ന് പറയാം. അതെ അതെ, ഇത് കൊള്ളാം. ഇത് ഷിയർ ഇതല്ല, ഓർഗൻസ കോട്ടണിൽ മിക്സ് ചെയ്തിട്ട്
പക്ഷെ റേറ്റ് കൂടുതലുണ്ട്. ഒരു 1549 രൂപ റേഞ്ച് വരുന്നത്. ക്ലോത്തിന്റെ അതന്നെ ക്ലോത്തിന്റെ വ്യത്യാസമാണ്. ഓക്കെ. ഇത് അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്കിന്റെ തന്നെ വേറൊരു ടൈപ്പാണ് അത്. ഇത് അതിന്റെ ഡിസൈൻസ് ലൈറ്റ് ആയിട്ടാണ് എംബ്രോയിഡറി. അതെ അതെ, ലൈറ്റ് ആയിട്ട് ചെയ്തേക്കണം. ഇതൊരു 1252. ഇത് പ്രിന്റഡ് അല്ല, അതാണ് ത്രെഡ് ആണ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. അതെ അതെ. ഇത് കൊള്ളാല്ലേ, ഇത് വേറെ തരം പാറ്റേൺ. അതെ അതെ. ഇപ്പൊ ഇത് ഏതാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് എല്ലാം ബെസ്റ്റ്. ശരിക്കും ഒന്നും ബെസ്റ്റ് പറയാൻ പറ്റില്ല. എല്ലാം ബെസ്റ്റ്. ഒരേ കസ്റ്റമറുടെ അവരുടെ വീടിന്റെ പെയിന്റിങ്ങും അവരുടെ ആ ഒരു ഇതിന്റെ കളർ അനുസരിച്ചിട്ടായിരിക്കും മാറ്റിയെടുക്കുക. ഡിസൈൻസ് ആണ്. അതെ അതെ. ചിലത് നമ്മള് ചിലത് വിചാരിക്കും റേറ്റ് കുറവായിരിക്കും, നമുക്ക് കാണുമ്പോ ചിലപ്പോ ഒന്നും തോന്നില്ലായിരിക്കും. പക്ഷെ അത് ചെയ്തു വരുമ്പോഴായിരിക്കും അതിന്റെ കൂടുതൽ ഭംഗി, റൂമിന്റെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവുക. എംബ്രോയിഡറി നല്ല രീതിയിൽ വർക്ക് ഉണ്ട്. തിക്കാണത്, തിക്കായിട്ടുള്ള ഒരു വർക്ക്. രണ്ട് സൈഡ് ഒരേപോലെ ഫീൽ ചെയ്യും. രണ്ട് സൈഡും ഒരേപോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇതാണ് എന്റെ ഫ്രണ്ട് സൈഡ്. ഓ, ഇതാണ് എന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അതെ അതെ. ലൈറ്റിങ്ങിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതില് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നല്ല ഭംഗിയാണ്. അതെ അതെ. ലിവിംഗ് റൂമിലെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇത് കൊള്ളാം. ഇത് അതുപോലെ തന്നെ ഒരു നല്ല പാറ്റേൺ ആണ്. ഇത് മെയിൻ കട്ടനായിട്ട് ഉപയോഗിക്കാം. നല്ല തിക്കാണ്. ഇത് വേണമെങ്കിൽ ബെഡ്റൂമിൽ യൂസ് ചെയ്യാം. കവറിംഗ്. അതെ അതെ. ഒരു സെമി ബ്ലാക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമിയാണ്. ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിടക്കും, അല്ലാത്ത ഒരു ഇതായിട്ട്. ഇതൊരു 1375 ഏകദേശം റേറ്റ് വരും. ഇതും നമുക്ക് ഷിയർ, സെമി ഷിയർ ആയിട്ട് ഉപയോഗിക്കാം. ഇതതിന്റെ ബാക്ക് സൈഡ് ആണ്. ഇതാണ് ഇത് ബാക്ക്. ഇത് തന്നെ കറക്റ്റ് ആണ്. ഇത് തന്നെയാണ്. പെട്ടെന്ന് തിരിച്ചറിയാൻ പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് കാണാൻ ഭംഗിയാണ്. കൊള്ളാം. ബാക്കിലുള്ള ഇത് നല്ലൊരു ബ്ലൂ ടോണില്. ഇതെല്ലാം എംബ്രോയിഡറി വർക്കിനാണ്. പ്രൈസ് ഉണ്ട്, ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ്. ഇതൊരു 2300 ആ റേഞ്ചിൽ വരുന്ന റേഞ്ച്. അത് കുറച്ച് കവറേജ് ഇത് കൂടുതലാണല്ലേ? അതെ അതെ. അതായത് ബെഡ്റൂമിൽ ഇടാൻ പറ്റിയതാണ്. ബെഡ്റൂമിൽ ഇടാൻ പറ്റിയതാണ്. അതിന്റെ ഒരു കവറിങ് കൂടുതലാണ്. അതെ. വ്യൂ വട്ടാണ്. ഇത് നേരത്തെ നമുക്ക് കണ്ട അതേപോലെ തന്നെ വേറൊരു സ്റ്റൈലാണ്. ഇത് ഓർഗൻസിൽ വരുന്നത്. ഇതൊക്കെ ലൈറ്റ് ഇതിൽ റിഫ്ലക്ട് ചെയ്യാൻ നല്ല ഭംഗിയാണ്. അതന്നെ. ലൈറ്റിംഗ് കൂടുതൽ, ലൈറ്റിംഗ് വേണം. ലൈറ്റിംഗ് കൂടുതലുണ്ടാവും, നല്ല ഭംഗിയായിരിക്കും. അതെ അതെ. ഇതും ഫ്രണ്ടും ബാക്കും ഒന്നുമില്ല, രണ്ടും ഒരേപോലെ ഫീൽ ചെയ്യും. ഈ ലൈറ്റിൽ തന്നെ നല്ലപോലെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ഇത് വെറുതെ ലിവിംഗ് റൂമിൽ ഇട്ടെന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 1575 റേഞ്ച് വരും. കൊള്ളാം. ഇത് ഷീർ കട്ടിൽ തന്നെ ഒരു വൈറ്റിൽ വരുന്ന നല്ലൊരു പാറ്റേൺ ആണ്. സിമ്പിൾ ആണ്, പക്ഷെ കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനം. ഈ ഒരു ചെറിയ ഷൈനിങ്. അതന്നെ. ഒരു ബ്യൂട്ടിഫുൾ ആണ്. അത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. കർട്ടൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതെ. അതേപോലെ തന്നെ വരുന്നതാണ് ഇതും. ഇതിൽ ഇത്രയും കൂടി വർക്ക് കൂടുതലാണ്, പക്ഷെ ഇതൊരു 1000 രൂപ താഴെ വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ. പക്ഷെ സിമ്പിൾ ആണ്, ഒരു ചെറിയ വർക്ക് അതിങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. നല്ല രസമായിരിക്കും. നല്ല ഭംഗിയാണ്. ഇത് ലിവിംഗ് മറ്റേ അധികം ഇന്റീരിയർ വർക്ക് ചെയ്തില്ലെങ്കിലും സോഫയും നല്ല കർട്ടൻ റൂമിന്റെ ആ മൂഡ് തന്നെ അങ്ങനെ മാറിപ്പോകും. ഇത് നമ്മൾ നേരത്തെ കാണിച്ച അതേപോലത്തെ തന്നെ, പക്ഷെ ഇത് ഇതൊരു ഭയങ്കര റിച്ച് ഫീലിംഗ് ആണ്. റോയൽ പാലസിലേക്ക് ഇടാൻ പറ്റിയ ഒരു കർട്ടൻസ്. അതേപോലെ തന്നെ റേറ്റും ഉണ്ട്. ഇതൊരു 3700 വരുന്നുണ്ട്. ഒരു 3698 ഭയങ്കര വർക്കാണ്. അതുകൊണ്ട് അതിന്റെ റേറ്റും വ്യത്യാസം വരുന്നു. അത്യാവശ്യം വലുപ്പമുള്ള വീടുകൾക്ക് ഇടാൻ പറ്റിയാണ്. ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കൊള്ളാം. അതിന്റെ ഓർഗൻസയിലുള്ള. അതെ അതെ, ഓർഗൻ. ഇതൊക്കെ ഫുൾ കട്ടർ ഇടുമ്പോൾ അതിന്റെ ഒരു ഭംഗിന്റെ നന്നായിട്ടുണ്ട്. ഇത് അതിന്റെ ഫ്രണ്ട് വശം കാണുന്നത്. അതെ.
എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ്. ബാക്ക് സൈഡ് വരുന്നത് ഇതൊക്കെ പ്ലെയിൻ ആണ്. ഇവിടെ എല്ലാം നല്ല മൈൽഡ് കളേഴ്സ് ആണ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ ക്രീമിഷ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തത്. ഇത് എല്ലാ റൂമിലും പറ്റിയാണ്. ലിവിംഗ് റൂം, ഡൈനിങ് ആണ് കൂടുതൽ. ബെഡ്റൂമിൽ നമുക്ക് ഒരു സെക്കൻഡ് കർട്ടൻ, അതായത് ഇൻസൈഡ് ഷിയറിന് ഉപയോഗിക്കാം. നല്ല ഇത് കൊള്ളാം. ഇത് വേറെ കളർ ടോണിൽ വരുന്നത്. വേറെ ഒരു മിക്സഡ് കളറിലെ കോമ്പിനേഷൻ വരുന്നത് നന്നായിട്ടുണ്ട്. ഇത് ഇപ്പൊ കുട്ടികളുടെ മുറിയിലൊക്കെ ഇടാൻ പറ്റിയ ആനിമൽസിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കാണ്. ഇത് പല ആനിമൽസും ബേർഡ്സും ഒക്കെ എല്ലാം ഉണ്ട്. ജിറാഫും എല്ലാ ആനിമൽസിന്റെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വെച്ചേക്കണല്ല. ഇത് ഓരോ മൃഗത്തിന് എലിഫന്റും എല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതും നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില പാറ്റേൺസ് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇത് എംബ്രോയിഡറി വർക്ക്. ഇത് ഓർഗൻസ അല്ലല്ലേ? അല്ലല്ല, ഓർഗൻസ അല്ല. കൊള്ളാം. ഇത് പ്രീമിയം ടൈപ്പിൽ പെട്ടത് തന്നെയാണ്. 2429 പ്ലസ് ഡിസ്കൗണ്ട് ഉണ്ടാവും വരുന്നത്. ഇത് വരുന്നത് ഷിയറിലല്ലേ? ഷിയറില്. ഇത് ഓർഗൻസ് ടൈപ്പിൽ പെട്ടത് തന്നെയാണ്. ഇതിന്റെ കളർ ഉണ്ട് ഒരു, എനിക്ക് ഗ്രേ ടോണില് ഓർഗൻസയില് എംബ്രോയിഡറി വർക്ക് നന്നായിട്ടുണ്ട്. ഈ വൈറ്റ് പെയിന്റ് അടിച്ച വീടുകൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. മിക്കവാറും ഈ വൈറ്റ് കളറാണ് എപ്പോഴും വീടിന്റെ റോയൽ ഫീലിംഗ്. ഏത് ടൈപ്പ് കർട്ടൻസ് നമുക്ക് ഉപയോഗിക്കാം. നല്ല കർട്ടനാണ്. ഇതിന് പ്രൈസ് എന്ത് വരുന്നുണ്ട്? ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 2429 വരുന്നുണ്ട് റേറ്റ്. ഓക്കെ. അതിന് ഡിസ്കൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ? ഏതാണ് സൈഡ്? ഇവിടെ ഇതാണ് സൈഡ്. മൈൽഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇതിപ്പോ ജസ്റ്റ് ഹാങ് ചെയ്തിട്ടേക്കണം. നമ്മളത് അല്ല, ചെയ്തിട്ടില്ല. ഇത് നമ്മള് കസ്റ്റമേഴ്സിന് നമ്മുടെ മെറ്റീരിയല് കാണാൻ വേണ്ടിട്ട്. ഇത് നല്ലൊരു നല്ല ഫീലാണ്. ഇത് ഇത്തിരി ലക്ഷറി കാറ്റഗറിയിൽ വന്നത്. അതെ, ഇത് ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെട്ടതാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് രണ്ട് സൈഡും ഒരേപോലെയാണ്? അല്ലല്ല, കുറച്ച് വ്യത്യാസം വരും. ഇത് ശരിക്കും എടുത്തു നിൽക്കും. മറ്റേതൊരു കർട്ടൺ പറഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിന്റെ ഇന്റീരിയർ അങ്ങനെ റിച്ച് ആവും. അതാണ് ഈ കർട്ടൻ ഒരു പ്രത്യേകത. നല്ല കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാല്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 1000 സംതിങ് വരുന്നത്. 2000 വരുന്നത്. 1918, 2000 അടുത്ത്. ഇതിനും കൊള്ളാം. വേറൊരു മോഡൽ. ഇതൊരു സിമ്പിൾ ആണ്. ഓക്കെ. വർക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ചിലതിന്റെ ഒക്കെ കർട്ടന് ഭംഗി വരുന്നത്. അതെ, ഇത് ഓർഗൻസേ അല്ലല്ലോ. ഇതും കൊള്ളാം. എന്തായാലും ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാം നല്ല ഒന്നിനും മികച്ച ഒരു കർട്ടൻസിന്റെ. ഇത് ഷിയേഴ്സും ഉപയോഗിക്കാം. ഇത് എംബ്രോയിഡറി വർക്കില് ഇത് ഷിയറിൽ തന്നെ. ഇത് കോട്ടൺ ഷിയറിൽ വരുന്നല്ലേ? ഒരു 1300 റേഞ്ചില് വരുന്ന കർട്ടൻസ് ആണ്. അതുപോലെ തന്നെ വേറൊരു എംബ്രോയിഡറി വർക്ക് ആയിട്ട് വരും. ബാക്കും ഫ്രണ്ടും ഉണ്ട്. സെയിം ആയിട്ട് വരുന്നത്. അതുപോലെ മെയിൻ ആയിട്ട് അത്യാവശ്യം ഉപയോഗിക്കാം. ഒരുവിധം തിക്കുണ്ട്. ഇത് തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. കോട്ടൺ, പ്യൂർ കോട്ടൺ. ഇത് നമുക്ക് ബെഡ്റൂമുകളിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോ മീറ്റർ കൂട്ടിയാൽ മതി. മീറ്റർ കൂട്ടി ഇതിന്റെ ഇത് കൂടി പ്ലേറ്റഡ് കൂടി കഴിയുമ്പോൾ നമുക്ക് ബെഡ്റൂംസിലും കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇതില് വരുന്നത് ഇതും ഷിയറിന്റെ മെയിൻ കർട്ടൻ ലിവിംഗ് റൂം ഡൈനിങ്ങിലൊക്കെ ഉപയോഗിക്കാം. ബെഡ്റൂമിലും ഒരു ഷിയർ ആയിട്ട് ഉപയോഗിക്കാം. ഇത് കൊള്ളാം. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ്. ഇതെല്ലാം ഡിസ്കൗണ്ട് വരുന്ന എല്ലാത്തിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്.
ഇത് കൊള്ളാം, ഇതും ഭംഗിയായിട്ടുണ്ട്. അതെ അതെ, ഇത് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതാണ് അതിന്റെ മെയിൻ ഏരിയ. ഇത് ബാക്ക് സൈഡ് ആണ്, ഫീൽ ചെയ്യും. ഇത് ബാക്ക് സൈഡ് ആണ്, ഇതാണ് അതിന്റെ മെയിൻ ഭാഗം. അതിന്റെ ബാക്കിലുള്ളത് ഇത് ചെറിയൊരു എംബ്രോയിഡറി വർക്ക് തന്നെ, പക്ഷെ ഹെവി ആണ്, ഓവർ വർക്ക് കൂടുതലാണ്. ഇതാണ് എടുത്തോണ്ടിരുന്നത്. ഇത് എംബ്രോയിഡറി വർക്ക് വരുന്നതാണിത്. ഇതും നമുക്ക് മെയിൻ ആയിട്ട് ലിവിംഗിലേക്കും ഡൈനിങ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാം. എംബ്രോയിഡറി വർക്കാണ്. അതെ, ഇതൊരു നല്ലൊരു ലീഫിന്റെ ഓർഗൻസ്. ഇത് ആ പ്രീമിയം റേഞ്ചിൽ പെട്ട ടൈപ്പ് തന്നെയാണ്. പ്രീമിയം കാറ്റഗറി. അതെ അതെ, പ്രീമിയം കാറ്റഗറി. ഷൈനിങ് ഉണ്ട്. ഷൈനിങ് ഉണ്ട്. അതെ. ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ റേറ്റ് വരുന്നത് ഒരു 1789 റേഞ്ച്. ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. ഇതേ കാറ്റഗറിയിൽ പെട്ട വേറൊരു ടൈപ്പാണ്, നിറച്ച് ഹോളൊക്കെ ആയിട്ട്. അതെ, നല്ല സർക്കുലേഷൻ കിട്ടുന്ന ഇതിലുണ്ട്. അതെ അതെ, എന്നാലും അതൊരു പുതിയൊരു റേറ്റ് ആണ്. അതെ, റേഞ്ച് അതെ ഏകദേശം ആ റേഞ്ച് തന്നെയാണ്. 1755 ആ റേഞ്ച് വരുന്നതാണ്. ഇത് ഓർഗൻസയിൽ വരുന്നതാണ്. ഏകദേശം ഒരു സെമി ഓർഗൻസ്. കൂടുതൽ ഹോള് വരുന്ന കാരണം ഇത് അതേപോലെ തന്നെ ഫുള്ളാണ്. ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. പിടിക്കുമ്പോ ക്ലോത്തിന് നല്ലൊരു ഫീലിംഗ് ആണ്, ഭയങ്കര രസമാണ്. ഇതൊക്കെ നല്ല ഫ്ലീറ്റഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ പറന്ന് കിടക്കണം, അപ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുള്ളൂ. ഇത് വേറൊരു ടൈപ്പാണ് സംഭവം. ഡിസൈൻസ് ഇല്ല, പക്ഷെ ഒരു കളർ ചേഞ്ചിങ് ആണ്, ഒരു മിക്സിങ് ഒരു ഇതാണ് വരുന്നത്. ഒരു അതന്നെ ഒരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട്. അതെ അതെ. ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 1500 റേഞ്ച് വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളതാണ്. അതെ അതെ. ഇത് അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്ക്. ഇതൊരു 1600 റേഞ്ചിൽ വരുന്നതാണ്. ഇതൊരു വേറൊരു കളർ പിങ്കിഷ് ടോണിൽ വരുന്നത്. അതെ അതെ. ഇതിപ്പോ ഷിയർ അല്ല, ഇതിപ്പോ മെയിൻ കട്ടറായിട്ട് ഇത് മെയിൻ ഷിയർ ആയിട്ടും ഉപയോഗിക്കാം, മെയിൻ കട്ടറായിട്ട് ഉപയോഗിക്കാം. ഇത് അതിന്റെ ഒരു ബാക്ക് സൈഡ് ആണ്. ഇതൊരു റേഞ്ച് കുറവാണ്, ഒരു 800 നല്ല മെറ്റീരിയൽ. ഇതൊരു വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ്. ഇതെന്താണ് മെറ്റീരിയൽ? ഓർഗൻസ് ആണ്. അതിന്റെ ഉള്ളില് എംബ്രോയിഡറി, ഒരു തിക്ക് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നതാണ്. ഇതൊരു 2000 റേഞ്ച് വരുന്നുണ്ട്. അതെ അതെ, ഹെവി വർക്കാണ് ചെയ്തേക്കുന്നത്. ഗ്ലോസി ആണ്, പക്ഷെ അതില് എംബ്രോയിഡറി വർക്ക് വന്നതിന്റെയാണ് അത്. ലൈറ്റ് അടിക്കുമ്പോ അതിന്റെ റിഫ്ലക്ഷൻ ഭയങ്കര ഭംഗിയാണ്. അത് ഫ്ലീറ്റഡ് ആയിട്ട് വെക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും. സിമ്പിൾ വർക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. ഇത് ലൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ്. അത് കൊള്ളാം. ഒരുപാട് ഡിസൈൻ ബഹളങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും അതിന്റെ ഒരു റോയൽ ഫീലിംഗ് സിമ്പിൾ ആണ്. അതിന്റെ ഇതാണ് അതിന്റെ ഒരു സൈഡ് വരുന്നത് അല്ലേ? ഇപ്പുറത്താണ് ബാക്ക് സൈഡ്. ഇതാണ് അതിന്റെ ഒരു ഫീലിംഗ് വരുന്നത്. ഇതൊക്കെ എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു എല്ലാം ഒരു 1100 സംതിങ്. ഇതൊരു തിക്കായിട്ടുള്ള വർക്കുള്ള. ഇതെന്റെ ഫ്രണ്ട് അല്ലേ? ഇതാണ് ഫ്രണ്ട് സൈഡ് വരും. ഇതൊന്ന് ഫ്ലീറ്റ് ചെയ്ത് കാണിച്ചു ഇത് ഫ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്ലീറ്റ് ആയിട്ട് വരാം. ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഷെയർ ലിവിങ്ങിലൊക്കെ ഇടുമ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ വളരെ ഹൈറ്റ് ചെയ്ത് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കിട്ടുക. വലിയ ലീഫ് ആയിട്ടുള്ളത്. ഇത് ഭയങ്കര രസമായിരിക്കും. നല്ല ഭംഗിയുണ്ടാണ്. ഓരോന്നും 3D പോലെ അങ്ങോട്ട് ഓരോ ലീഫും എടുത്തെടുത്ത് നിലത്ത് ഇങ്ങനെ വീണ് കിടക്കണേ, ഓരോ ലീഫ് അതുപോലെ എടുക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 1720. 2000 ഇല്ല അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട്. ശരിക്കും ഇലയൊക്കെ നിലത്തിങ്ങനെ പറന്ന് കിടക്കണ പോലെ.
ഇത് ഓർഗൻസൈൽ അല്ലേ? ഓർഗൻസ്. അതില് ഇതൊരു കളർഫുൾ ആണ്. ഇത് പക്ഷേ റേഞ്ച് ഉണ്ട്, ഒരു 2429 കളർഫുൾ എംബ്രോയിഡറി ചെയ്തേക്കാണ്. ഇത് സെമി ഓർഗൻസൈൽ. അതെ അതെ. ഈ കളറ് അധികം നമ്മൾ കണ്ടിട്ടില്ല. ഇതെന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്ലോസ് ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണ്. അത് ഓർഗൻസിൽ പെട്ടത് തന്നെ. ഇതും കൊള്ളാം. ഇത് അതിന്റെ തന്നെ ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള അതിന്റെ ഡിസൈൻസ് ഏകദേശം അതുപോലത്തെ. ഇത് ഓർഗൻസ് അല്ലല്ലേ? അല്ലല്ല, വ്യത്യാസമുണ്ട് മെറ്റീരിയൽസ്. ഇത് പ്രൈസ് എങ്ങനെയാണ്? കുറവുണ്ടോ അല്ലെങ്കിൽ? ഇതിന്റെ റേറ്റ് ഏകദേശം കൂടുതലാണ്. റേറ്റ് ഉണ്ടല്ലേ അത്യാവശ്യം? ഓക്കെ. ഓർഗൻസ് ലൈറ്റ് ആയിട്ട് ഡിസൈൻ പാറ്റേൺ. അതെ. അത് കൊള്ളാം. നമുക്ക് ഇനി ബെഡ്റൂമിൽ കുറച്ച് പ്രൈവസി കിട്ടുന്ന രീതിയില് സീ ത്രൂ അങ്ങനെ കാണാൻ പാടില്ലാത്ത രീതിയിലാണ് അതിന്റെ ഒരു സാമ്പിൾസ് ആണ്. ഇതൊക്കെ സാമ്പിൾസ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതൊരു കുട്ടികളുടെ റൂമിലൊക്കെ വർക്ക് ചെയ്തേക്കുന്നതിന്റെ. ഇത് നമുക്കൊന്നും കാണില്ല. ബ്ലാക്ക് ഔട്ട് അല്ല, ഒരു സെമി ഒന്നും കാണൂല. ലൈറ്റ് പാസ് ചെയ്യാം. അതെ. ഇത് വേറൊരു കോമ്പിനേഷനിൽ ഇത് രണ്ട് കോമ്പിനേഷനിലിടാം അല്ലേ? രണ്ട് ടൈപ്പാണ്. നമ്മള് സാമ്പിള് കസ്റ്റമേഴ്സിന് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഇതില് രണ്ട് സൈഡായിട്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ചെയ്തേക്കുന്നതാണ്. എല്ലാം അങ്ങനെയാണ് ചെയ്തത്. ബെഡ്റൂമിൽ ഇടാൻ പറ്റിയ ഒന്നും കാണില്ല. നല്ല തിക്കായിട്ടുള്ള ടൈപ്പാണ്. ഇതൊക്കെ ഇത് എന്താണ്? എംബ്രോയിഡറി കോട്ടൺ അല്ലേ? അതന്നെ കോട്ടണിൽ വരുന്ന നല്ല. ഇതൊക്കെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ ഇതിന്റെ നമുക്ക് ഷിയർ ആണെങ്കിൽ നേരത്തെ അതെ, നമുക്ക് ലൈറ്റ് ഇതിന്റെ കൂടെ നമുക്ക് വൈറ്റ് ഷിയർ ഉണ്ട്. നമുക്ക് വൈറ്റ് ഷിയർ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. എന്തായാലും ഓരോന്നും ഇങ്ങനെ കളർ കോമ്പിനേഷൻ ഉണ്ട്. ഇതൊരു ട്രോപ്പിക്കൽ സ്റ്റൈലിൽ വരുന്ന പാറ്റേൺ. ഇതിന്റെ ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ അല്ലേ? അതെ. പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ. ഇതൊരു തിക്കായിട്ടുള്ള ടൈപ്പാണ്. ഇതും കൊള്ളാം. അതെ. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് ഫുൾ ഫ്ലവറിന്റെ ഒരു കാറ്റഗറി. ഇത് വേണമെങ്കിൽ നമുക്ക് മെയിൻ ഷിയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇത് കുട്ടികളുടെ റൂമിൽ കളർഫുൾ ആയിട്ടുള്ള. ഇത് കൊള്ളാം. ഇതെല്ലാം എംബ്രോയിഡറി വർക്കല്ലേ? അതെ, ചെയ്തേക്കുന്നത്. നമുക്ക് ഇത്തിരി എക്കണോമിക് റേഞ്ചിൽ വരുന്ന, ഇപ്പൊ ഇത്രയെല്ലാം പ്രീമിയം ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന കർട്ടൻസ് ആണ്. അതൊരു എക്കണോമിക് റേഞ്ചിലുള്ള സ്റ്റാർട്ടിങ്. അത് എന്ത് പ്രൈസിൽ വരും? ഇത് നമുക്കൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 100 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതൊക്കെ ഷെയർ കട്ടണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതൊക്കെ എന്ത് പ്രൈസ്? നമുക്കൊരു 100-110 വരുന്നതാണല്ലേ പെർ മീറ്ററിന്. അങ്ങനത്തെ കുറച്ച് തന്നെ ഷെയർ കട്ടണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച്. ഒരു മിനിറ്റ്, ഇതൊന്നും കണ്ട. ഇത് എംബ്രോയിഡറി ആണ്. അതിന്റെ മൈൽഡ് ആയിട്ടുള്ള എംബ്രോയിഡറി. നല്ല എംബ്രോയിഡറി ഉണ്ട്. അതും കൊള്ളാം. ഇതൊക്കെ 100 റുപ്പീസ് 120 ആ റേഞ്ചിൽ വരുന്നതാണ്. ഇത് ഷെയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ റേഞ്ചിലുള്ളവർക്കും 1000 രൂപ പോകാണ്ട് ഈ ചെറിയ നിങ്ങൾക്ക് അതിന്റെ സാധനങ്ങളുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇതും കൊള്ളാം. ഇത് ഇത്തിരി തിക്കായിട്ടുള്ള മെയിൻ കർട്ടനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു 200 രൂപ തൊട്ട് മുകളിലേക്ക് വരുന്ന ടൈപ്പാണ്. ഒരുവിധം കളർ കോമ്പിനേഷൻ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത് നല്ല ടൈപ്പാണ്. 200 റേഞ്ച് അങ്ങോട്ട് മുകളിലേക്ക് വരുന്നല്ലേ? അതിന് തന്നെ പല ടോൺസ് ടെക്സ്ചർ ഫിനിഷിംഗ്. അതെ. ഇതിൽ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഇതേ ടെക്സ്ചറിൽ തന്നെ വരുന്ന ഒരു 300-400 റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ. ഈ കാണുന്നതെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്? നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വന്ന് ഓൺ ദ സ്പോട്ടിൽ സാധനം ഐറ്റം എടുത്തോണ്ട് പോയിട്ട് വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പാണ് റെഡിമെയ്ഡ് കട്ടൻ. ഒരു നോർമൽ ഡോർ സൈസ് ആണിത്. ഈ സൈസ് നമുക്ക് ഡോറിനും ഇടാം, നമുക്ക് ജനാലകൾക്കും ഇടാം, വിൻഡോസിനും ഇടാം. നമുക്ക് മെയിൻ ആയിട്ട് ഇതൊക്കെ ഒരു റെഡിമെയ്ഡ് 790, 850 അങ്ങനത്തെ റേഞ്ചിൽ വരുന്ന എല്ലാ ടൈപ്പാണ്. അതുപോലെ ഒരു 1000-ന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പാണ്. അതെ. ഇത് ഒരു കാറ്റഗറിയിൽ പെട്ട ടൈപ്പാണ്.
നിങ്ങള് ഇപ്പൊ കസ്റ്റമറിന് ഇപ്പൊ ഒരു പുതിയ വീട് പണിതിട്ട് അവർക്ക് കർട്ടൻസ് ഇടണമെങ്കിൽ നമ്മള് നിങ്ങളുടെ സൈറ്റിൽ വന്ന് മെഷർമെന്റ് എടുത്തിട്ട് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആദ്യം കസ്റ്റമർക്ക് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ പറയും നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ വരാം, മെഷർമെന്റ് എടുക്കാം, അപ്പോൾ ഏകദേശം എത്ര മീറ്റർ തുണി വേണം, എത്ര പീസ് കർട്ടൻ വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ആദ്യം പറയും. പിന്നെ അവരുടെ ഫസ്റ്റ് തന്നെ അവർ ഏത് ടൈപ്പാണ്, അവർക്ക് ഏത് റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്നുള്ളത് സംസാരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കൊരു കൊട്ടേഷൻ നമ്മൾ കൊടുക്കും. ആ കൊട്ടേഷനിൽ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്ന് കഴിഞ്ഞാൽ നമുക്ക് തുണി ഓർഡർ ചെയ്യണം. എല്ലാ തുണികളും നമുക്ക് ഓൾറെഡി ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ തുണി ഓർഡർ ചെയ്ത് തുണി വന്ന് അവരുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ തയ്ച്ച് അവരുടെ വീടുകളിൽ കൊണ്ട് ഫിറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. എന്ന് കഴിഞ്ഞാൽ ഫിറ്റിംഗ് ഉണ്ട്, ടൈലറിംഗ് ഉണ്ട്, എല്ലാം നമ്മൾ ചെയ്യും. കേരളത്തില് നിങ്ങൾ എല്ലായിടത്തും ഞങ്ങളിപ്പോ കേരളത്തിന് പുറത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് ബാംഗ്ലൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എവിടെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് എറണാകുളമാണ്. പക്ഷെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഒരു എല്ലാ സ്ഥലത്തും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. ഇതാണ് ഇപ്പൊ റിമോട്ടിംഗ് ടൈപ്പിലാണ്. ഇതുപോലെ നമ്മൾ ഒരു 2 ഇഞ്ച് പൊക്കത്തിൽ ചെയ്യണ ടൈപ്പാണ്. അത് കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് എന്നൊക്കെ പറയണ പോലെ നമുക്ക് ചെയ്യാം. അതെ അതെ, മോട്ടറൈസ്ഡ് ആണ്. മോട്ടറൈസ്ഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീതി അനുസരിച്ചിട്ടാണ് മോട്ടറൈസറിന്റെ പേയ്മെന്റും വരുന്നത്. സോഫ്റ്റ് ആയിട്ടൊന്നും അതിന് പോയി. അപ്പൊ ഇതിങ്ങനെ ഒരു പെൽമെറ്റ് മോഡൽ സെറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പോഴാണ് നമുക്ക് അത് ചെയ്യാൻ നമ്മുടെ ഫിറ്റിംഗ്സുകളൊന്നും കാണില്ല. ഇല്ല, ഒന്നും കാണില്ല. അപ്പൊ നമുക്ക് ശരിക്കും അതിന്റെ റോഡ് കാര്യങ്ങളൊന്നും കാണാണ്ടാകുമ്പോ അതിന് വേറൊരു ഭംഗിയാണ്. ഇതാണ് ഇതിന്റെ റിമോട്ട് വരുന്നത് അല്ലേ? ചെറിയൊരു റിമോട്ട്. അപ്പൊ നിങ്ങൾ ഈ മോട്ടോർസ് നമ്മുടെ ഓട്ടോമാറ്റിക് സംവിധാനം എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും അതിന്റെ വീതി അനുസരിച്ചിട്ടാണ് മോട്ടറിന്റെ റേഞ്ച് വരുന്നത്. അതെ അതെ, അത് എല്ലാത്തിനും. അത് നമ്മൾ കർട്ടൻ മാത്രമല്ല, റോളർ ബ്ലൈൻഡിന് കിച്ചണിൽ ചിലവർ ചെയ്യാറുണ്ട്. അത് കുറവാണ്, അപൂർവങ്ങളാണ്. ബാത്റൂമുകളിൽ റോളർ ബ്ലൈൻഡ് ചെയ്യും, ബെഡ്റൂമുകളിൽ ചെയ്യും. അതിനൊക്കെ കർട്ടൻ ആയാലും ബ്ലൈൻഡ്സ് ആയാലും ഒക്കെ റിമോട്ടിങ് ചെയ്യാം നമുക്ക്. വ്യത്യസ്തമായ ഫാബ്രിക്കുകൾ, കർട്ടൻ ഫാബ്രിക്കുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.